ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തു പകയാ. ഇതില്ലേ ടെൻഷൻ കയറി ഞാൻ ചാവും. കണ്ണടച്ച പോലീസാ മുന്നില്. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും പോംവഴിയായിട്ട് വരും. അതുവരെ ഒന്ന് നിർത്തി കുടി, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി. വാ 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 വാ. കണ്ണടച്ചാൽ പോലീസാണ് മുന്നിൽ. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? കണ്ണടച്ചാൽ പോലീസ് മുന്നിൽ വരാൻ താൻ എന്ത് ചെയ്തു? താൻ എന്തിനാ പാത്തും പതുങ്ങിയും ജീവിക്കുന്നത്? അതുവരെ ക്ഷമിക്കുക, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി നീയാണ്. അടുത്ത ഡെഡ് ബോഡി ഇയാളാണെങ്കിൽ ആദ്യത്തെ ഡെഡ് ബോഡി ആരായിരുന്നു? ആരാ പറ. നിങ്ങളുടെ കൂട്ടത്തിൽ നാലാമത്തെ ആൾ നാരായണ. നാരായണ ഇവിടെ? അറിയില്ല. 3-4 ദിവസമായിട്ട് അയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ 3 പേരോടൊപ്പം ആണെന്നും കംപ്ലൈന്റിൽ വ്യക്തമാണ്. നിന്റെ മുഖത്തെന്താണ് ഒരു പുച്ഛം? ആരെങ്കിലും പുറകിലുണ്ടെന്നുള്ള ധൈര്യമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാൻ താനാണ്. താൻ മാത്രമല്ല, തന്റെ ഭാര്യയും മകളും. തന്റെ മോളുടെ പേരിലുള്ള സിം കാർഡ് ആരാ ഉപയോഗിച്ചെന്ന് തനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. പാവൻ റോഷിനി. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ കുടുങ്ങും. നിയമത്തിനൊരു ദയം ദാക്ഷിണ്യമില്ലല്ലോ. തെളിവുകൾ മുഴുവൻ ആ കുട്ടിക്കെതിരാ. ഇനി മോളെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സാർ, ഞാനെല്ലാം പറയാം. തന്ന അഡ്വാൻസ് കൂടാതെ കോൺട്രാക്റ്റിൽ പറഞ്ഞ ബാക്കി തുകയും തരാം. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ഇനി തന്നെ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. താൻ മാത്രമല്ല, ഞങ്ങളും കുടുങ്ങും.
പെരുമാൾ എന്നൊരു ഓഫീസറാ കേസ് അന്വേഷിക്കുന്നത്. അയാളോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം ഉണ്ടായിട്ടല്ല. എങ്കിലും പറയുക, അയാൾ ഉള്ളിടത്തോളം ഒന്നും നടക്കില്ല. നടക്കും. നടക്കില്ല. താൻ കൊല്ലില്ല. കൊല്ലുകയും വേണ്ട. തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു താൻ വേണ്ടെന്ന്. നിങ്ങൾക്ക് പിന്മാറാം. എന്നിട്ട് എന്തോ പുളുത്തും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു കൂവി നടക്കുന്നതല്ലാതെ നീയൊക്കെ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടുണ്ടോടാ? ഉണ്ടോ? നാരായണ, 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 ഇപ്പച്ച, നാരായണ, 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 നാരായണ. വേണ്ട, നോ, നോ, വേണ്ട, നോ, പ്ലീസ്. മറ്റു മാർഗങ്ങളൊന്നും തോന്നിയില്ല. ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് നാരായണന്റെ ബോഡി കുഴിച്ചിട്ട് സാർ. എത്ര രൂപയ്ക്കാ കില്ലറുമായിട്ട് കരാർ ഉറപ്പിച്ചത്? പറ, പറ. 3 കോടി. അതിലെത്ര കൊടുത്തത് വരെ? 1.5 കോടി. എങ്ങനെയാ അത് വീതം വെച്ചത്? ഞാനും ഈപ്പച്ചനും നാരായണേട്ടനും ചേർന്ന് പകുതി. ഇവനായിരുന്നല്ലേ അത്യാവശ്യം? എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? സിഎമ്മിനോട് ഇത്രയും വിദ്വേഷം തോന്നാൻ കാരണം എന്തുവാ? ഒന്നല്ല, പല കാരണങ്ങളുണ്ട്. തന്നോട് ചോദിച്ചോ? ചോദിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയണം. സത്യപ്രതിജ്ഞ ചെയ്ത അന്നു മുതൽ സിഎം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. സിഎം എന്താ നിങ്ങളെ കെട്ടിയിട്ട് ഈർക്കിലെടുത്ത് അടിച്ചോ? വല്ലാത്ത അറപ്പോടും വെറുപ്പോടും കൂടി അദ്ദേഹം ഞങ്ങളെ കണ്ടത്. അയാള് ജനപ്രിയ നേതാവ് തന്നെയാ. പക്ഷെ ബിസിനസ് കമ്മ്യൂണിസ്റ്റ് നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിക്കുമ്പോ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓരോ പോളിസിയും പ്രഖ്യാപനങ്ങളും ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കി. 100% പെർഫെക്റ്റ് ആയി ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ സാർ? പിന്നെ നിന്റെയൊക്കെ തോന്നിയാസത്തിന് ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമാണോ ഇത്? സത്യം, വല്ലാതെ മനസ്സ് മടുപ്പിച്ചു സാർ. പുതിയ മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹവും പാർട്ടിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും വാക്ക് വന്നിരുന്നു? ഇവിടെ അങ്ങനെ ഒരു ഉറപ്പ് ആരിൽ നിന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പിന് ഞങ്ങൾ ആരെയും സമീപിച്ചിരുന്നില്ല. ലഭിച്ചിരുന്ന ഉറപ്പും പിന്മലല്ലടാ നിന്റെ മുഖത്ത് കാണുന്ന ഈ അഹങ്കാരം. ഈ പറഞ്ഞതല്ലാതെ വിദ്വേഷം തോന്നാൻ മറ്റൊരു കാരണമില്ല. പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ വല്ലാതെ അപമാനിച്ചു. ഇയാള് പുഴുത്ത ശവമാണെന്നും വൃത്തികെട്ടവനാണെന്നും പറഞ്ഞു. ആ നിമിഷം എനിക്ക് തോന്നിയതാ അയാൾ ശവമാകണമെന്ന്. ഉണ്ടായ നഷ്ടങ്ങൾ എങ്ങനെയും തിരിച്ചു പിടിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ. എവിടെയാ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ? ഒന്ന് കാണട്ടെ. കില്ലറെ ആരാ പരിചയപ്പെടുത്തിയത്? പ്രേംജിത്ത് ഭൂട്ടാനി സാർ. പ്രേംജിത്ത് ഭൂട്ടാനിയോ? അവൻ ഏത് ഭൂട്ടാനിയാടാ? ഭൂട്ടാനിൽ ഒരു ബിസിനസ്മാൻ സാർ. എന്താ കില്ലറുടെ പേര്? അറിയില്ല സാർ. ഏത് രാജ്യക്കാരനാ? അറിയില്ല. എന്തോടാ അവന്റെ ഭാഷ? ഞങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചത്. വേറെ ഭാഷകളായക്കറിയാം. നിങ്ങളെ കൂടാതെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട്? ആരുമില്ല സർ. രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. പച്ച കള്ളവല്ലടാ നീ പറയുന്നേ? സത്യം സാർ, സത്യമാ. ആരുമില്ല സാർ. വാടകക്കൊലാളി ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. നാരായണേട്ടന് വെടിവെച്ചിട്ട ശേഷം ബാഗ് എടുത്തോണ്ട് നിന്നോട് ചോദിച്ചാ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നിനക്കല്ലേ തോന്നുന്നത്? അയാൾക്കല്ലോ. അയാൾ ഇതിനകം നാടുവിട്ട് കാണും സർ. അങ്ങനെ തോന്നാൻ എന്നാ ഈ പച്ച കാരണം? അയാൾക്ക് ആകെയുള്ള ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾ മാത്രമായിരുന്നു. അവർ പറഞ്ഞതുപോലെ ആയാലും പോയിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിൽക്കാനുള്ള ഗട്സ് അയാൾക്ക് ഉണ്ടാവില്ലെന്നാണ്. എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഹീൽ ഗീവ് അപ്പ്. ഹലോ ഹലോ, എനിക്കോ പോലീസ് അടുത്ത് കളിക്കുന്നു. ഹലോ സാർ. സാർ, ഞാനൊരു അല്പം തിരക്കിലാണ്. എന്ത് തിരക്കാടാ നിനക്കവിടെ? ഞാൻ അറിയാതെ എന്ത് കമ്മിറ്റിയാടാ അവിടെ നടക്കണേ? ഞാൻ വെറും ഓക്കനാണെന്നാണ് നിന്റെ വിചാരം? ഇപ്പം ഈ നിമിഷം നീ ഇവിടെ എത്തിയിരിക്കണം. സാർ, ഒരു അല്പം അസൗകര്യമുണ്ട്. എന്ത് അസൗകര്യാടാ നിനക്ക്? അസൗകര്യം എന്താണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. എടാ പെരുമാളെ,